നവംബർ 1 കേരളപ്പിറവി ദിനം. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തെ ഇന്ന് ബാധിക്കുന്ന 2 പ്രധാനപ്പെട്ട ഇൻഫെക്ഷനുകളെക്കുറിച്ച് പറയാൻ കൂടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 2020 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ഹെപ്പറ്റൈറ്റിസുകളുടെ തോത് വളരെയധികം കൂടിയിട്ടുണ്ട്. വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് എ, ബി ഇൻഫെക്ഷനുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് 2020 മുതൽ 23 കാലഘട്ടം വരെ എടുക്കുകയാണെങ്കിൽ ഇൻഫെക്ഷനുകൾ തോത് വളരെ കുറവായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് എ കണക്കനുസരിച്ച് ഏകദേശം 500-ൽ താഴെ കേസുകൾ മാത്രമാണ് പ്രതി വർഷമാണ് പറയുന്നത്. അത് 24 ആയപ്പോഴേക്കും ഏകദേശം 7000 കേസുകളോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരണനിരക്ക് ഏകദേശം 80, അതായത് 7000 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 80 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 25 ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 5500 പേര് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. 40 പേർ മരണപ്പെട്ടിട്ടുമുണ്ട്. മരണസംഖ്യ കൂടുന്നു, ഇൻഫെക്റ്റഡ് ആവുന്ന ആളുകളുടെ എണ്ണവും കൂടുന്നു. ഇത് ഹെപ്പറ്റൈറ്റിസ് എയുടെ കണക്കാണ്. ഹെപ്പറ്റൈറ്റിസ് ബി അതേപോലെ തന്നെ 2020 വർഷം മുതൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം 100-200 ഉണ്ടായിരുന്നത് ഇപ്പോൾ 1000-ന് മേൽ ഇൻഫെക്ഷൻ കാണപ്പെടുന്നുണ്ട് 25-ൽ. ഹെപ്പറ്റൈറ്റിസ് എ, ബി നമ്മൾ എങ്ങനെയാണ് അത് പകരുന്നതെന്നും അതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ പകരുന്നത് വെള്ളത്തിൽ കൂടിയാണ്. മലിനമായ വെള്ളം, അതായത് മലം മിശ്രിതമായ വെള്ളം, ഇൻഫെക്ഷനുള്ള ആളുകളുടെ മലം വെള്ളത്തിൽ കലരുന്നത് വഴി ആ വെള്ളം നമ്മൾ ഉപയോഗിക്കുകയോ അത് ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് വഴി ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ആകുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് രക്തത്തിൽ കൂടെയാണ്. രോഗബാധിതരായിട്ടുള്ളവരിൽ നിന്ന് രക്തം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക മാർഗങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, ഈ 3 മാർഗ്ഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരാനായിട്ടുള്ള സാധ്യത. ഒരു 99% ആളുകളിലും വലിയ പ്രശ്നങ്ങളില്ലാതെ വന്നു പോകുന്ന ഒരു ഇൻഫെക്ഷൻ, സാധാരണ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു പോകുന്നത് പോലെ വന്നു പോകുന്ന ഒരു ഇൻഫെക്ഷനാണ്. ആദ്യം ഉണ്ടാകുന്ന പനി, ഛർദി, ചെറിയ വയറുവേദന, പിന്നീട് മഞ്ഞപ്പിത്തം ആയി മാറുന്നു. ആ മഞ്ഞപ്പിത്തം ഏകദേശം ഒരു 4 ആഴ്ച 6 ആഴ്ച കൊണ്ട് മാറിപ്പോവുകയും ചെയ്യുന്നു. എന്നാൽ 1% ആളുകളിൽ, 100 പേരെ എടുത്താൽ 1% ആളിൽ ആ ഇൻഫെക്ഷൻ ലിവറിനെ ബാധിക്കുന്ന ലിവർ ഫെയിലിയറിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു വൈറസും കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് ബി ഒരു 95% ആളുകളിലും ഇൻഫെക്ഷൻ ഒരു 6 മാസം കൊണ്ട് ഇല്ലാതാകുന്നു. എന്നാൽ കുറച്ച് ആളുകളിൽ ആ ഇൻഫെക്ഷൻ തുടർന്ന് ശരീരത്തിൽ നിൽക്കുകയും അത് ലിവറിനെ ബാധിക്കുന്ന, ദീർഘകാലം കഴിഞ്ഞ് ബാധിക്കുന്ന സിറോസിസ് അല്ലെങ്കിൽ പിന്നീട് ലിവർ ക്യാൻസർ അസുഖമായി മാറുകയും ചെയ്യും. ഹെപ്പറ്റൈറ്റിസ് ബി രക്തത്തിൽ കൂടെ പകരുന്നതാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സൂചികൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലായി ആളുകൾ ടാറ്റൂയിങ്ങിലേക്ക് മാറുന്നുണ്ട്. ടാറ്റൂയിങ് ചെയ്യുന്നത് സുരക്ഷിതമായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നീഡിലുകൾ ഉപയോഗിക്കുന്നത്, വേറൊരാളെ ഉപയോഗിച്ച നീഡിലുകൾ വെച്ച് ടാറ്റൂ ചെയ്ത് കഴിഞ്ഞാൽ പകരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് എ പ്രതിരോധിക്കാൻ ശുചിത്വം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല ഭക്ഷണം, നല്ല വെള്ളം, ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷിതമായ മാർഗ്ഗങ്ങൾ ലൈംഗിക ബന്ധത്തിലും അതേപോലെ തന്നെ സൂചികൾ ഉപയോഗിക്കുന്നതിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടുമല്ലാതെ ഉള്ള മാർഗ്ഗമാണ് വാക്സിനേഷൻ വഴി. ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും ബിക്കും വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 3 ഡോസുള്ള വാക്സിനുകളാണ്. ആദ്യത്തെ ഡോസ് എടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ്, 6 മാസം കഴിഞ്ഞ് 3-ാം ഡോസ്. ഇത് സാധാരണ 2012 ശേഷം ജനിച്ച കുട്ടികളിൽ നോർമലായിട്ട് നമ്മുടെ വാക്സിനേഷൻ പ്രോഗ്രാമിൽ വരുന്ന വാക്സിൻ തന്നെയാണ്, പ്രത്യേകമായി എടുക്കേണ്ടതില്ല. എന്നാൽ 2012 മുമ്പ് ജനിച്ച ആളുകൾ പലപ്പോഴും എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ മാത്രം എടുത്തുകൊണ്ടിരുന്ന ഒരു വാക്സിനാണ്. പക്ഷേ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മൾ എല്ലാവരും അത് എടുക്കേണ്ടത് തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ, ലൈവ് വാക്സിൻ ഒറ്റ ഡോസ് മതിയാകും. അത് 1 വയസ്സിന് മുകളിലുള്ള ആർക്കും എടുക്കാവുന്നതാണ്. 2 വാക്സിനുകളും ഹെപ്പറ്റൈറ്റിസ് എയും ബിയും എല്ലാവരും എടുക്കണമെന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത്. കൂടുതലായും നമ്മുടെ പ്രതിരോധം താത്തുന്ന അസുഖങ്ങളുള്ള ആളുകൾ എന്തായാലും എടുത്തിരിക്കേണ്ട 2 വാക്സിനുകൾ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് എ, ബി. ഉദാഹരണത്തിന് കിഡ്നി ഡിസീസ് ഉള്ളവർ, അല്ലെങ്കിൽ ലിവറിന് ഓൾറെഡി സിറോസിസ് ഉള്ളവരിൽ, ഇവർക്കൊക്കെ ഈ ഇൻഫെക്ഷൻ വരാനും അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഇൻഫെക്ഷൻ ഒരു റീആക്ടിവേഷൻ എന്ന് പറയും. നേരത്തെ ഉണ്ടായിരുന്ന ഇൻഫെക്ഷൻ്റെ കൂടുതലായ തോതിൽ വൈറസ്
റെപ്ലിക്കേറ്റ് ചെയ്ത് കൂടുതൽ ലിവർ മോശമാവാനും ഒക്കെ സാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും ഹെപ്പറ്റൈറ്റിസ് എയും ബിയും വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. ഈ കേരളപ്പിറവി ദിനത്തിൽ ഈ 2 ഇൻഫെക്ഷനുകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അത് പ്രതിരോധിക്കേണ്ട മാർഗ്ഗങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വാക്സിനേഷൻ വഴി എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ആരോഗ്യമുള്ള, കരളുറപ്പുള്ള ഒരു കേരളത്തിനെ നമുക്ക് വിഭാവനം ചെയ്യാം. നന്ദി, നമസ്കാരം.